എല്ലാ ഓണത്തിനും എൻ്റെ മെയിൻ എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്നത് ഓണം റിലീസ് സിനിമകളെല്ലാം കണ്ടു തീർക്കുക എന്നുള്ളതാണ്. ഈ കൊല്ലം എല്ലാ സിനിമകളും ഞാൻ കണ്ടു തീർത്തു. പക്ഷേ വലിയൊരു വ്യത്യസ്തമായിട്ട് തോന്നിയ കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫഹദ് ഫാസിലിനെ അവൻ്റെ ആക്ടിങ് വെച്ച് എല്ലാവരും കളിയാക്കണം, കല്യാണി പ്രിയദർശനെ അവളുടെ ആക്ടിങ് വെച്ച് എല്ലാവരും പ്രൈസ് ചെയ്യണം. ഐ വാസ് നോട്ട് റെഡി ഫോർ ദിസ്. മൂവീസ് റേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓഫ് കോഴ്സ് അതിൽ ഫസ്റ്റ് വരാൻ പോണത് ലോക്കി ആയിരിക്കും. സെക്കൻഡ് ഞാൻ പക്ഷേ കൊടുക്കാത്ത തലവരയ്ക്കാണ്. ഇറ്റ് വാസ് എ വെൽ ക്രാഫ്റ്റഡ് മൂവി. അതിന് അറിയിക്കുന്നൊരു റെക്കഗ്നിഷൻ കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നില്ല. ബട്ട് തേർഡായിരിക്കും ഹൃദയപൂർവ്വം വരാം. ഞാൻ ഓടുംകുതിര ചാട്ടുംകുതിര ലിസ്റ്റിലിടുന്നില്ല, ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. പക്ഷേ ഇതിലെ തലവരയുടെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ തിയേറ്ററിൽ നിന്ന് ഔട്ടായി. ഒരു ഓണം റിലീസ് സിനിമകൾ പറഞ്ഞേക്കാളും ഒരു വീക്ക് മുമ്പ് അത് റിലീസാക്കി. നല്ല ഒപ്പീനിയനൊക്കെ കിട്ടിയിട്ട് അത് തിയേറ്ററുകളിൽ നിൽക്കുമെന്ന് വിചാരിച്ചു. ബട്ട് അത് നിന്നില്ല. അപ്പോൾ തലവര തിയേറ്ററിൽ തന്നെ പോയി കാണാൻ നോക്കാം. ഉത്രാടാണ്. അപ്പോൾ വീട്ടിൽ കുറച്ച് സാധനങ്ങൾ വാങ്ങാം, പിന്നെ കുറച്ചൊരു സിനിമയും കാണാൻ വെച്ചിട്ടാണ് ഇറങ്ങിയത്. പിന്നെ ഉച്ചയ്ക്ക് വന്നു, കാരണം വൈകുന്നേരം ആകുമ്പോഴേക്കും ഫുള്ള് തിരക്കായിരിക്കും, ഷോപ്പിലൊന്നും കയറാൻ പറ്റില്ല. അതുകൊണ്ട് ഇന്ന് വീട്ടിലേക്ക് ഇനി കുറച്ച് പൂക്കൾ വാങ്ങണം, പച്ചക്കറികൾ വാങ്ങണം, ഒരു അച്ഛനെ എനിക്കൊരു കുപ്പി വാങ്ങണം. അതൊക്കെയാണ് ഇന്നത്തെ മെയിൻ ലക്ഷ്യം. പിന്നെ എൻ്റെ ചെരുപ്പ് കട, അപ്പോൾ പുതിയൊരു ചെരുപ്പും വാങ്ങണം. അപ്പോൾ ഒരു ചായ കുടിച്ചിട്ട് പരിപാടികൾ തുടങ്ങാം. പ്രോസിൻ്റെ ചെരുപ്പുണ്ട്, ഇതുപോലത്തെ ക്ലോക്സ്. There is a thing called paradox of choices. ഒരു സാധനത്തിന് എത്രയധികം ചോയ്സ് നിങ്ങൾക്കുണ്ടാവുന്നോ അത്രയധികം നിങ്ങൾ എടുക്കുന്ന ഡിസിഷനിൽ നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല. ഐ വിൽ എക്സ്പ്ലെയിൻ. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്കൊരു ചെരുപ്പ് വാങ്ങണം. നിങ്ങൾക്ക് 100 കണക്കിന് ഓപ്ഷൻസ് ഉണ്ട്. അതിൽ നിന്ന് ഒരെണ്ണം ചൂസ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേയറ്റം പാടുള്ള പണിയായിരിക്കും. ആ ചോയ്സ് കൊണ്ട് നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കില്ല. ഐ ചോസ് ദിസ്. പക്ഷേ ഞാൻ അതിനൊരിക്കലും സാറ്റിസ്ഫൈഡ് ആയിരിക്കില്ല. ഞാനവിടെയുള്ള കുറേ ചെരുപ്പുകളെക്കുറിച്ച് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കും. ആൻഡ് ഇഫ് യു ആർ സ്മാർട്ട്, നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഞാൻ ചെരുപ്പുകളെക്കുറിച്ചല്ല പറഞ്ഞത്. തിക്കും തിരക്കും ബഹളവും. ഓണത്തിന് കുപ്പി വാങ്ങാൻ വരുന്നേക്കാളും വൃത്തിയിട്ട പരിപാടി പറഞ്ഞിട്ട് അത്ര തിക്കും തിരക്കും ബഹളം. പ്രീമിയം കൗണ്ടറിലിറക്കാം. എല്ലാ കടകളിലും ഇത് കാണാൻ പെർമിറ്റ് കൊടുത്തുകൊണ്ട് എന്താ കുഴപ്പം? എന്തായാലും വാങ്ങിച്ചു കുടിക്കേണ്ടവർ വാങ്ങിച്ചു കുടിക്കും. ശരിക്കും വെറുത്ത് പോകുന്നൊരു പരിപാടി അത്. ഇവിടെ ഒരു കിറ്റും കൊണ്ട് എടുത്തോ. വീട്ടിലിടാനായിട്ടൊരു ട്രൗസറും ബനിയനും കൂടി വേണം. അതും കൂടി കഴിഞ്ഞാൽ ഷോപ്പിംഗ് ഈസ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ്. ഫ്രണ്ട് ക്യാമറ ആണ്. താങ്ക്സ്. താങ്ക്സ്. ചേട്ടൻ തന്നെ ക്യാമറ പിടിച്ച് ഹെൽപ്പ് ചെയ്തത്.
അവരെന്താ നോക്കിക്കണേ അഞ്ചെണ്ണം. ഇവിടെ എന്താ കറക്കട ഉപ്പാച്ചിൽ കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. വീട്ടിലേക്ക് തിരിച്ചു പോകണം. അയ്യോ, ഇന്ന് ഏകദേശം ഒരു 1 മണിക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ സമയം ഏകദേശം 5 മണിയായി. ഇന്നിന് ഉത്രാട്ടാണ്. അപ്പോൾ ഇന്ന് കുറേ പരിപാടികളുണ്ട്. പൂവട്ടയണം, അങ്ങനത്തെ കുറേ പരിപാടികളുണ്ട്. പിന്നെ ഡ്രസ്സ് മാറിയിട്ട് അതിലേക്ക് അങ്ങോട്ട് കിടക്കാം. യൂട്യൂബിൽ വരില്ല മറ്റേ സീരിയലിട്ട പോലെ, മറ്റേ കുട്ടൂറ്റി പോലെ വാളി പച്ച സാരി ഡ്രസ് മാറ്റിയ എനിക്ക് നാട്ടിൽ നിൽക്കാനായിട്ട് ഏറ്റവും ഇഷ്ടമുള്ള 10 ദിവസങ്ങളാണ് ഓണത്തിൻ്റെ 10 ദിവസം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മിസ്സാക്കിയിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു നഷ്ടമായിരിക്കും. അപ്പോൾ ഇക്കാലത്ത് ഓണം മിസ്സാക്കിയിട്ടുള്ള എല്ലാവർക്കും ഈ വീഡിയോ ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു.